നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന് ISL ഇന്ന് ആരംഭിക്കുകയാണ്. വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് കൊൽക്കത്തയിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടും ഒരു തീ പറക്കുന്ന ഉദ്ഘാടന മത്സരം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷയോടുകൂടി ഇന്ത്യൻ ഫുട്ബോൾ പ്രേമികൾ കാത്തിരിപ്പാണ്. ISL ഇതുവരെ പ്രൊമോഷൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഐ ലീഗിൽ നിന്ന് വരുന്ന ടീമുകൾ പ്രൊമോട്ട് ചെയ്ത് വരാറുണ്ട്. എന്നാൽ ഇതുവരെ റെലഗേഷൻ ഉണ്ടായിട്ടില്ല. ഇത്തവണ മുതൽ റെലഗേഷനും ഉണ്ടാകും എന്നാണ് റിപ്പോർട്ട്. 19th സ്റ്റോപ്പേജ് അക്കാര്യം കൺഫേം ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. റെലഗേഷൻ കൺഫേംഡ് ഇൻ ISL 2025-26 സീസൺ. 14th പ്ലേസ്ഡ് ടീമിനെ സെക്കൻഡ് ഡിവിഷനിലേക്ക് റെലഗേറ്റ് ചെയ്യും. അതേസമയം ISL വിന്നർ, ഈ സീസണിലെ വിന്നർ AFC ചാമ്പ്യൻസ് ലീഗ് 2 ക്വാളിഫൈ ചെയ്യും എന്നുകൂടി ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ആർട്ടിക്കിൾ 3.2.6 ഓഫ് ISL ലീഗ് റൂൾ അത് എല്ലാ ക്ലബ്ബുകൾക്കും സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് AFF എന്നാണ് റിപ്പോർട്ട്. മാർക്കസ് മൊർക്കുലാവോ ഇക്കാര്യം കൺഫേം ചെയ്യുന്നുമുണ്ട്. സോ അതിനർത്ഥം റെലഗേഷൻ നടക്കാൻ പോകുന്നു എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മാർക്കസ് മൊർക്കുലാവോ റിപ്പോർട്ട് ചെയ്യുന്നു, അറ്റ് ദി കൺക്ലൂഷൻ ഓഫ് ദി സീസൺ ദി ബോട്ടം റാങ്ക്ഡ് ക്ലബ് ഇൻ ദി ലീഗ് ഓൺ ദി ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് ഓൾ മാച്ചസ് ഷാൾ ബി റെലഗേറ്റഡ് ടു ദി സെക്കൻഡ് ഡിവിഷൻ ഓഫ് മെൻസ് പ്രൊഫഷണൽ ലീഗ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മത്സരങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞാൽ ലീഗിൽ ഏറ്റവും താഴെ നിൽക്കുന്ന ടീമിനെ അടുത്ത ഡിവിഷനിലേക്ക്, അതായത് സെക്കൻഡ് ഡിവിഷനിലേക്ക് റെലഗേറ്റ് ചെയ്യപ്പെടും. അക്കാര്യം ഇപ്പോൾ കൺഫേംഡ് ആയിട്ടുണ്ട്. ആർട്ടിക്കിൾ 3.2.6 ഇക്കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നു. അത് ഇപ്പോൾ ഓരോ ക്ലബ്ബുകൾക്കും അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്തവണ എങ്ങാനും 14ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വന്നാൽ ആ ടീം അടുത്ത സീസണിൽ ISL കളിക്കില്ല, സെക്കൻഡ് ഡിവിഷൻ കളിക്കേണ്ടി വരും. അതുകൊണ്ട് ടോപ്പിൽ എന്തായാലും കിരീടത്തിന് പോരാട്ടം ഉണ്ടാകും. ബോട്ടത്തിൽ റെലഗേറ്റ് ചെയ്യപ്പെടാതിരിക്കാനുള്ളൊരു പോരാട്ടവും നമുക്ക് കാണാൻ പറ്റും. സോ ലീഗ് കുറച്ചുകൂടി കോമ്പറ്റീറ്റീവ് ആവും എന്നർത്ഥം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.